സർ, ഖത്തറിലെ പ്രവാസികൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കാണ് നമ്മുടെ ഈ പ്രൊജക്ട് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത്. ഗുഡ്. അത് തന്നെയാണ് ഈ പ്രോജക്റ്റിന്റെ USP. മാർക്കറ്റിംഗ് ടീം ഇവിടെ ഈ പോയിന്റ് വേണം സെല് ചെയ്യാൻ. ഈ പ്രോജക്ട് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ സെൻസെക്സിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ വാല്യൂ 10% ഇൻക്രീസ് ആയി. അത് തന്നെ വലിയ നേട്ടമാണ് സർ. വെരി ഗുഡ്. ഇത്രയാണ് നാളത്തെ ഖത്തർ മീറ്റിംഗ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഗുഡ്. ഓക്കെ, ഗുഡ് ജോബ്. താങ്ക് യു സർ. അപ്പോ നിങ്ങൾക്ക് ഏത് ഫ്ലൈറ്റിനാണ് എത്തുന്നേ? സോറി സർ, ഖത്തർ മീറ്റിംഗ് ഞാൻ ഉണ്ടാവില്ല. നാളെ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ഓ, അരവിന്ദ് ഇല്ലാതിരുന്നാൽ അതെങ്ങനെ ശരിയാവും? എല്ലാം ഞാൻ ജോസഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട് സർ. ഹീസ് വെൽ പ്രിപ്പയർഡ്. ശരി, ഓക്കെ ദെൻ. ഞാൻ എന്തായാലും ഉച്ചക്കത്തെ ഫ്ലൈറ്റിന് തന്നെ ഇവിടുന്ന് ഖത്തറിന് പുറപ്പെടും. ആ, ഓക്കെ. താങ്ക് യു സർ. ഗിരി, നീ ഇന്ന് ഖത്തറിൽ പോയി അതെങ്ങനെ ശരിയാവും? വീട്ടിൽ അക്ഷയ തൃതീയ ചടങ്ങ് നടക്കുമല്ലേ? ഇടാ, അതൊക്കെ പെണ്ണുങ്ങളുടെ കാര്യമല്ലേ. നീ ഈ മീറ്റിംഗിന്റെ പ്രാധാന്യം അറിയാതെയാണ് സംസാരിക്കുന്നേ. എടാ, നീ ഇന്ന് പോകുന്ന കാര്യം സുമിതിയോട് പറഞ്ഞിട്ടുണ്ടോ? എടാ, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല, അവളെക്കാളും ടെൻഷൻ നിനക്കാണല്ലോ. എടാ, എന്നാലും നീ ചെയ്യുന്നത് ഒട്ടും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. ഒന്നും ആലോചിക്കാനില്ല. ഇതുപോലൊരു നിസ്സാര കാര്യത്തിന് വേണ്ടി ഇത്രയും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഞാൻ മാറ്റിവെക്കണം. നിനക്കിതൊക്കെ നിസ്സാര കാര്യമായിരിക്കും. എടാ, പക്ഷെ നിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിലേ അതിന്റെ പേരിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടെ. എടാ, ഇപ്പൊ ഇവിടുന്ന് പോയ നമ്മുടെ സീനിയർ മാനേജർ, ആ അരവിന്ദിന്റെ സെൻസ് പോലും നിനക്കില്ലാതെ പോയല്ലോ ഗിരി. എടാ, സ്വന്തം മകളുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി കമ്പനിയുടെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളൊരു മനസ്സ് അയാൾ കാണിച്ചല്ലോ മിനിമം. അരവിന്ദ് ഇവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമാ, ഞാൻ ഈ കമ്പനിയുടെ ഓണറും. ആ വ്യത്യാസമുണ്ട്. അതെ, അത് തന്നെയാണ് വ്യത്യാസം. കമ്പനിയുടെ ഓണറായ നിനക്ക് ഇന്നത്തെ പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്നത്തെ മീറ്റിംഗ് മാറ്റിവെക്കാൻ കഴിയുമായിരുന്നു. എന്നിട്ട് നീ അത് ചെയ്തില്ല. സാറ് വീട്ടിൽ പോയിട്ടാണോ എയർപോർട്ടിൽ പോകുന്നത്? അല്ല, ലഗേജ് പാക്ക് ചെയ്ത് ഞാൻ കാറിൽ വെച്ചിട്ടുണ്ട്. ഫ്ലൈറ്റിന് ടൈം ആയെങ്കിലേ ഡ്രൈവറോട് വണ്ടി ഇറക്കാൻ പറ. ശരി സാർ. എടാ, ഇപ്പൊ വീട്ടിൽ ചെന്ന് കയറിയാ പിന്നെ അച്ഛമ്മ ഇറങ്ങാൻ സമ്മതിക്കില്ല. അതറിയാവുന്നതുകൊണ്ട് തന്നെയാ ബുദ്ധിപൂർവ്വം ഞാൻ അങ്ങനെ ചെയ്തത്. ഇവന്റെ ഒരു കാര്യം. സനു, നിങ്ങളെല്ലാരും ലേറ്റ് ആയതെന്താ? നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും പോവാൻ കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ നിന്റെ അമ്മ കേൾക്കില്ലല്ലോ. ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ പുറത്തുനിന്ന് ആരും ഇല്ലമ്മേ, ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ. സനു, നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ഇനിയിപ്പൊ ചടങ്ങുകൾ തുടങ്ങാല്ലേ? ആഹാ, ചന്ദ്ര, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം. അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? എന്റെ കാര്യങ്ങൾ നോക്കാൻ ദാ സുമിമോൾ ഉള്ളത് കൊണ്ട് പരമസുഖം. വാ, എല്ലാരും വാ, അകത്തോട്ടിരിക്കാം. വാ മക്കളെ. തള്ളയുടെ കാര്യം മുഴുവൻ നോക്കുന്നത് ചേച്ചിയും ക്രെഡിറ്റ് മുഴുവൻ മരിമോക്കും. കൊള്ളാം. ഒന്ന് പതുക്കെ പറയടാ, തള്ളക്ക് പാമ്പിന്റെ ചെവിയോ? പാമ്പിന് ചെവിയുണ്ടോ? ഓ, അനുരാധേ, വിളിക്കുന്നു. എന്താമേ? ചന്ദ്രനും കുടുംബം എത്തിയ സ്ഥിതിക്ക് നമുക്കിനി പൂജ തുടങ്ങാം. പിന്നെന്താ, തുടങ്ങാലോ അമ്മേ. ഞാൻ പൂജാരിയോട് പറയാം. ശരി. അമ്മേ, അമ്മയെന്ന് വന്നൊരു കാര്യം പറയാനുണ്ട്. എന്ത്? വാ അമ്മേ, വാ. പറ, എന്താ ഈ കാര്യങ്ങള്? അമ്മ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ ഒറിജിനലിനെ വെല്ലുന്നൊരു ഉഗ്രൻ 1 ഗ്രാം മാലയായിട്ടാണ് എന്റെ അമ്മായിയമ്മ വന്നിരിക്കുന്നത്. ഇത് കണ്ട ആർക്കെങ്കിലും ഒറിജിനൽ അല്ലെന്ന് തോന്നുമോ? അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ലല്ലോ, എനിക്കും തോന്നുന്നില്ല. എന്നാ കുഴപ്പമില്ലല്ലേ. ഇനി ഈ ബോംബ് ഓലപ്പടക്കമായി പോവാതെ എങ്ങനെ പൊട്ടിക്കണമെന്ന് അമ്മ തീരുമാനിക്കണം.
എല്ലാ പ്ലാനും വളരെ ക്ലിയറാ. കാര്യങ്ങളൊക്കെ ആരെ കൊണ്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യിക്കണമെന്ന് എനിക്കറിയാം. ഒരു ടെൻഷനും വേണ്ട. കൊള്ളാം. വാതിലും അടച്ചിരുന്ന് വിശേഷം പറയാൻ പറ്റിയ സമയം. ഇറങ്ങി വരുന്നുണ്ടോ? പൂജാരി എത്തിയിട്ടുണ്ട്. ലക്ഷ്മി പൂജ തുടങ്ങാറായി. അതൊക്കെ അവിടെ നടന്നോളും. നീ ഒന്ന് വന്നേ, ഒരു കാര്യം പ്ലാൻ ചെയ്യാനുണ്ട്. അമ്മ, എല്ലാവരും നിങ്ങളവിടെ അന്വേഷിക്കുന്നുണ്ട്. അച്ഛമ്മ കയറ് പൊട്ടിക്കുന്നതിന് മുമ്പ് ചെന്നാ നമുക്ക് കൊള്ളാം. പോകാം. അതിനു മുമ്പ് നീ ചില കാര്യങ്ങള് നിന്റെ അമ്മായിയമ്മയെ പറഞ്ഞൊന്ന് ചട്ടം കെട്ടണം. സർവജ്ഞ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ആദ്യാന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജേ യോഗസംഭ്രൂതേ മഹാലക്ഷ്മി നമോസ്തുതേ. ഇനി എല്ലാവരും ആഭരണങ്ങൾ വെച്ചോളൂ. അതെത്ര പവനുണ്ട് ചേച്ചി? അത് പിന്നെ 10 പവനുണ്ട്. ഞങ്ങളും മിഡിൽ ക്ലാസ്സുകാരാണെങ്കിലും മരുമക്കൾക്ക് എന്തെങ്കിലും കൊടുക്കുന്ന കാര്യം വരുമ്പം ഞങ്ങൾ അതിലൊരു കുറവും വരുത്താറില്ല. നമ്മൾ ഇത്രയും പറഞ്ഞിട്ടും അനുസരിക്കാതെ അമ്മ അത് തന്നെ ചെയ്തല്ലേ? നന്ദുന്റെ കല്യാണത്തിന് മാറ്റിവെച്ച സ്വർണം മുഴുവൻ എടുത്തു കൊടുത്തു കാണും. ആയിരിക്കും. അല്ലാതെങ്ങനെ? ആ സ്വർണം അവൾ ഒരിക്കലും തൊട്ട് കളിക്കാൻ പാടില്ലായിരുന്നു. അച്ഛൻ ഇപ്പൊ ഒന്നും പ്രതികരിക്കാൻ നിൽക്കണ്ട. ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് അമ്മയോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇനി ഓരോരുത്തരായി വന്ന് ലക്ഷ്മി ദേവി അനുഗ്രഹിച്ച ആഭരണങ്ങൾ മരുമക്കൾക്ക് കയ്യോടെ സമ്മാനിക്കാം.
വരുമെന്ന് എനിക്കറിയായിരുന്നു. നീ എന്റെ പാസ്പോർട്ട് എടുത്ത് മാറ്റി വെച്ചാ പിന്നെ ഞാൻ എങ്ങനെ ഖത്തറിൽ പോകും? എയർപോർട്ട് വരെ പോയിട്ട് ഞാൻ തിരിച്ചു പോന്നു. ഖത്തറിലെ മീറ്റിംഗ് ഞാൻ ക്യാൻസൽ ചെയ്തു. സോറി ഗിരി, ഞാൻ ചെയ്തത് വളരെ മോശപ്പെട്ട കാര്യമെന്ന് എനിക്കറിയാം. ഇന്നത്തെ ദിവസം ഗിരി ഇവിടെ എന്റെ കൂടെ ഉണ്ടാവണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. അതാ അങ്ങനെ ഒരു കടുങ്ക് ചെയ്തത്. പിന്നെ അച്ഛമ്മയുടെയും കൂടെ ആഗ്രഹമല്ലേ. മതി വിശദീകരിച്ചത്. നിന്റെ മാനസികാവസ്ഥ എന്താണെന്നേ എനിക്കിപ്പോ മനസ്സിലായി. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതല്ലേ, സാരമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പിന്നെ വേറൊരു രഹസ്യം കൂടി പറയാം. അതെ, ഗിരിയുടെ പാസ്പോർട്ട് എടുത്ത് മാറ്റി വയ്ക്കാൻ എന്റെ അടുത്ത് പറഞ്ഞ അച്ഛമ്മയാ. രണ്ടുപേരും കൂടെ എനിക്ക് പണി തന്നതല്ലേ. ഹലോ, നീ എന്താടി പകൽക്കിനാവാണോ? അപ്പൊ ഗിരി ഖത്തറിലേക്ക് വിമാനം കയറിപ്പോയി ഗിരി എങ്ങനെയാടി ഇവിടെ കാണുന്നേ? അതെ, അമ്പലത്തിലേക്ക് പോകാൻ എല്ലാരും ഇറങ്ങി നിക്ക. എല്ലാരും നിന്നെ അന്വേഷിക്കുന്നുണ്ട്. നീ ചെല്ല്, ഞാൻ വരാം. ഗിരി വരും, എനിക്കറിയാം. എന്റെ രാജകുമാരിമാര് വന്നല്ലോ. ഇനി എന്താ അടുത്ത ചടങ്ങ്? തിരുമേനി പറയണം. മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങുകളാണ് ബാക്കിയുള്ളത്. അതുകൂടി പൂർത്തിയാക്കിയാൽ മാത്രമേ ഇവിടെ നടത്തിയ പൂജകൾക്ക് പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. ഓ, അമ്പലത്തിൽ ചെന്ന് അവിടുത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കി ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് പടച്ചോറ് വാങ്ങി കഴിച്ച് തിങ്കളാഴ്ച വ്രതം മുറിക്കുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കും. ഓ, അവളുടെ നിൽപ്പ് കണ്ടോ? ഈ ഒരു കാലത്ത് ഇവിടെ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. ആജീവനാന്തം ഭർത്താവിന്റെ സാമീപ്യം ഇല്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇവിടെ വിധി. എല്ലാവരും കൂടി എങ്ങോട്ടാ യാത്ര? അമ്പലത്തിലേക്കാണ് മാഡം. ഇന്ന് അക്ഷയ തൃതീയല്ലേ. അമ്പലത്തില് ഞങ്ങളുടെ കുടുംബത്തിന്റെ വക പൂജയും വഴിപാടും ഒക്കെ ഉണ്ട്. അമ്പലത്തിലെ ചടങ്ങുകൾ വൈകുന്നേരമല്ലേ? ഇനി സമയമുണ്ടല്ലോ. കുറച്ചു സമയം നിങ്ങൾ എനിക്ക് വേണ്ടി ചെലവാക്കിയേ പറ്റൂ. സുമിതയുടെ കേസിൽ ചില ഡെവലപ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സുമിതയോട് അത്യാവശ്യമായ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് സംശയത്തിന്റെ പേരിൽ ഞങ്ങൾ 1-2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ ഒരാളുടെ അറസ്റ്റും രേഖപ്പെടുത്തി കഴിഞ്ഞു. പിടിയിലായവരുടെ ചിത്രങ്ങൾ ഞങ്ങൾ കാണിക്കാം. അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണം. ഇതൊക്കെ ഇവർക്ക് പിന്നെ എപ്പോഴെങ്കിലും വന്ന് ചോദിച്ചാ പോരെ? പോലീസുകാർക്ക് അങ്ങനെ നേരവും കാലവും വല്ലതും ഉണ്ടോ ഇന്ദിരേ? മോളെ, ഞങ്ങൾ ഒരു മംഗളകർമ്മത്തിന് പോവുക.
ദയവേത് ഞങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. മംഗളകർമ്മത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റുമോ അമ്മ? നീ ഗിരിയെ വിളിച്ച് കാര്യം പറ. അവൻ ഇടപെട്ടാലേ ഇതിന് തീരുമാനമാവൂ. ഏട്ടനെ വിളിച്ചു നോക്കിയമ്മേ, കിട്ടുന്നില്ല. കഷ്ടായല്ലോ. അമ്പി എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. അത് വേണോ? വേണം. വേടാ, ഇതൊന്നും ശരിയായ നടപടിയല്ല. ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ച് മാഡത്തിന് നന്നായിട്ട് അറിയാമല്ലോ. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ എന്താ ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാലോ. സുമിത, നമുക്കൊന്ന് അകത്തേക്കിരുന്നാലോ? ഒരു 10-15 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. എനിക്ക് സുമിതയോട് മാത്രമല്ല, ഗിരിജ സാറിന്റെ ബന്ധുക്കളോട് മൊത്തം ചിലത് ചോദിച്ചറിയാനുണ്ട്. അതുകൊണ്ട് ആരും ഇവിടെ നിന്ന് പോകരുത്. അമ്പലത്തിലെ ചടങ്ങുകൾ കഴിഞ്ഞിട്ടാണെങ്കിൽ എത്ര സമയം ചെലവഴിക്കാനും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. മാഡത്തിന് എല്ലാവരോടും വിശദമായിട്ട് സംസാരിക്കാമല്ലോ. ഞാൻ സുമിതയോടും സുമിതയുടെ ഭർത്താവിന്റെ ബന്ധുക്കളോടും മാത്രമാണ് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. മാഡം പ്ലീസ്, എല്ലാരും ചെന്ന് ഒരുമിച്ച് നടത്തേണ്ട റിച്വൽസ് ആണ്. അതിന് വെറുതെ തടസ്സം ഉണ്ടാക്കരുത്. അപ്പൊ പോവാം. ഇങ്ങോട്ട് എന്തിന്? സ്വന്തം ചേട്ടത്തിയമ്മയെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതിന്. ഇവിടെ പിടിച്ച് വണ്ടി കയറ്റി. അയ്യോ, അത് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് പണിയെടുക്കാനല്ലല്ലോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്നത്. എന്തിന്റെ പേരിലായാലും ഇത് അനുവദിച്ചു തരാൻ പറ്റില്ല മാഡം. ഞാനാണ് ആ കേസിലെ പരാതിക്കാരി. ആ ആക്സിഡന്റിന്റെ പേരിൽ എനിക്ക് വേണ്ടി എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഇവരെ അതിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നെ ആക്രമിച്ച കേസിലെ പ്രതികളെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിലും വേണ്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ കയറി വന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് മാഡം, പ്ലീസ്. ഇന്നത്തെ ഈ ദിവസമെങ്കിലും ഈ കേസിനെക്കാട്ടിലും ഞങ്ങൾക്ക് വലുത് വൈകിട്ട് അമ്പലത്തിൽ വെച്ച് നടക്കുന്ന പൂജാ ചടങ്ങുകൾ തന്നെയാണ്. പ്ലീസ്, ദയവ് ഇത് തടസ്സപ്പെടുത്തല്ലേ. അമ്മേ, അച്ഛമ്മേ, പപ്പോ. അവര് പോടുക, നമുക്ക് 2 അടിക്കാം. രാമോരാവാ. തിങ്കളാഴ്ച വ്രതം നോക്കുന്ന ദമ്പതിമാർ ഇരുവരും ചേർന്ന് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ച് ഈ നെയ്വിളക്ക് തിരി തെളിയിച്ച് മഹാദേവന് നടക്കി വയ്ക്കുക. ഒറ്റയ്ക്കല്ല, ഭാര്യ ഭർത്താക്കന്മാർ ചേർന്ന് ഒരു മനസ്സോട് വേണം സമർപ്പിക്കാൻ.